ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ പോവാണ് നീതു ചേച്ചിനെ കാണാനായിട്ട്. കുറേ ആയി ഞങ്ങൾ കണ്ടിട്ടോ. അതിനിടെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ടായിരുന്നു. പിണക്കം സ്വാഭാവികമാണ്, കാരണം ഇഷ്ടമുള്ളിടത്തല്ലേ പിണക്കങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് പിണങ്ങി ഇന്ന് കാണാൻ പോവാണ്. കുറച്ചായി ഞങ്ങൾ കണ്ടിട്ട്. നീതു ചേച്ചി കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് കാണാൻ പോകാൻ വിചാരിച്ചു. പിന്നെ നീ ചേച്ചിയുടെ പിറന്നാളായിരുന്നു കേട്ടോ, ഒരു 2 ദിവസം മുൻപായിട്ട്. അപ്പോൾ ഞാൻ നീ ചേച്ചിക്കൊരു, എൻ്റെ ക്യാമറ ഞാൻ എന്തേ കാണിക്കുന്നത്, ഫുൾ ഷേക്ക് ആക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ നീ ചേച്ചിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇതാ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടിട്ടാണ് ഞാൻ പോണത് നീ ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കും, അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടാവും, വേഗം തിരിച്ചു വരും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിതാ കാറിലാണ് പോണത്, തൃശ്ശൂർക്കല്ല കേട്ടോ, ചാവക്കാട് ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കാറിലാണ്. അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ ചേച്ചിയും, അതായത് അച്ചോളും കൂടിയിട്ട് ഒരു കല്യാണത്തിന് പോവാണ്. സോ ഞാൻ അവരുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചു, എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഒരു ബസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ് എടുത്തത്. ഞാനാണെങ്കിൽ കുറേ ആയിട്ടുണ്ട് ബസ്സിൽ പോയിട്ട്. എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചില സമയത്ത് എനിക്ക് ബസ്സിൽ കയറിയാൽ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. ചില സമയത്ത് ഞാൻ ഉറങ്ങിപ്പോവും, ചില സമയത്ത് ഇങ്ങനെ ഫോണിൽ കളിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ഇന്ന് എന്തായാലും ഫുൾ ടൈം ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബസ്സിൽ കയറി അവിടെ എത്തണ വരെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് സമയം പോയ പോലെ കേട്ടോ. ശരിക്കും ഒരു 1 ഹവറാണ് ചാവക്കാട് നിന്ന് തൃശ്ശൂർക്ക്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന കാരണം എന്താണെന്ന് അറിയില്ല, എനിക്ക് ബസ്സിൽ സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇയർപോഡൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയിലും ഒരു നല്ല അടിപൊളി മെലഡി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവായിരുന്നു. ഞാൻ ബസ് ഇറങ്ങിയത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലാണ്. നീതു ചേച്ചിനെ പിക്ക് ചെയ്യണമല്ലോ. സോ വടക്കേ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ഞാൻ ഉപ്പ് സോഡ കുടിച്ചു. എനിക്ക് ഭയങ്കര ദാഹം. അപ്പോൾ ഞാൻ ഉപ്പ് സോഡ കുടിച്ചു. നല്ല മുളകൊക്കെ ഇട്ട് ഉപ്പ് സോഡയായിരുന്നു കേട്ടോ. മുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ നിന്നാണ് ഞാൻ ഉപ്പ് സോഡ കുടിച്ചത്. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കുടിച്ചിട്ട് ഞാൻ നീതു ചേച്ചിയുടെ ക്ലിനിക്കിലേക്ക് നടന്നു കേട്ടോ. നീതു ചേച്ചി തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കോപ്പറേറ്റീവ് കോളേജിൻ്റെ തൊട്ട് മുൻപിലുള്ള ഈഷ് ആയുർവേദ ക്ലിനിക്കിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. സോ നീതു ചേച്ചി ഇന്ന് ഉച്ച വരെ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ലീവാണ്, പെരുന്നാളായിട്ട് ലീവ് എടുത്തേക്കായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ കൂടെ കൂട്ടി. പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇതാ നീ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് ആയിരുന്നു. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുള്ളപ്പോൾ തന്നെ ഒരു സ്ലിംഗ് ബാഗ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ കുറച്ചധികം സാധനങ്ങൾ ഫിൽ ചെയ്തിട്ടാണ് കൊടുത്തത്. ഒരു പോക്കറ്റ് ഡയറി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ബട്ടർഫ്ലൈയുടെ പിക്ചറൊക്കെ ആയിട്ടായിരുന്നു പുറത്തുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സിബിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത സിബിൻ്റെ ഉള്ളിൽ 2 ക്ലിപ്പ്, അതുപോലെ തന്നെ നീതു ചേച്ചിക്ക് ഇങ്ങനെ പേസ്റ്റൽ കളേഴ്സ്, ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ലൈറ്റ് കളർ നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ടായിരുന്നു. പേസ്റ്റൽ കളറിൻ്റെ ഷെയ്ഡ്സിൻ്റെ ഒന്ന് ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ഇയറിങ്, റോസ് ഗോൾഡിൻ്റെ ആയിരുന്നു കേട്ടോ ബ്രേസ്ലെറ്റ്. ഇയറിങ്സ് പിന്നെ എനിക്ക് തോന്നുന്നു സിൽവറിൻ്റെ ആയിരുന്നു. പിന്നെ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കഴുകണ സോപ്പാണ് കേട്ടോ. അതായത് പെട്ടെന്ന് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആ ഒരു ബോക്സിനുള്ള കുറേ ഇങ്ങനെ വട്ടം സാധനങ്ങളുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ നനച്ചാൽ നമുക്ക് സോപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പം നീതു ചേച്ചി ഡോക്ടറാണല്ലോ, അപ്പോൾ നീതു ചേച്ചിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണെന്ന് വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഞാൻ നീതു ചേച്ചിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെ കൊടുത്തു. നമ്മൾ നേരെ പോയത് സിനിമ കമ്പനിയിലേക്കാണ് കേട്ടോ. ജോസേട്ടൻ്റെ സിനിമ കമ്പനി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്, നീതു ചേച്ചിയും ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ഫുൾ എന്താ പറയുക, ചുമര് മൊത്തം സിനിമാക്കാരുടെയും പാട്ടുകാരുടെയും ഒക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോസും അതുപോലെ തന്നെ പോസ്റ്ററൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം കണ്ടോ നിങ്ങൾ, എന്താ പറയുക, കട്ട് ആക്ഷൻ നമ്മൾ മൂവിയിൽ കാണില്ലേ, അതിൻ്റെ ഇടയിലായിരുന്നു ഈ സാധനം. അതിൻ്റെ ഇടയിലായിരുന്നു നമുക്ക് മെനു കാർഡൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ എത്ര ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ലാസ്റ്റ് ഞാൻ കറങ്ങി ചെല്ലുക ചിക്കൻ ബിരിയാണിയിലോട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്നും ഓർഡർ ചെയ്യണ പോലെ ഇന്നും ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. നീതു ചേച്ചി ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയും പ്ലസ് പ്രോൺസിൻ്റെ എന്താ പറയുക തവ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും നീതു ചേച്ചിക്കും പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീതു ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ 4th-നായിരുന്നു കേട്ടോ, 4th ജനുവരിയിലെന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ നീതു ചേച്ചിക്ക് എത്ര വയസ്സായെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എന്നെക്കാളും മൂത്തതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല നീതു ചേച്ചി എന്ന് വിളിക്കുമ്പോൾ. എന്തായാലും ഗസ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്തായാലും ഏജ് പറയാൻ നീതു ചേച്ചിയുടെ ചിക്കൻ ടിക്ക വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് പ്രോൺസ് ഉള്ള കാരണം ഞാൻ പിന്നെ ചിക്കൻ അങ്ങോട്ട് തൊട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നല്ലോ. പിന്നെ നീതു ചേച്ചിക്കുള്ള ചപ്പാത്തി വന്നു, എനിക്കുള്ളതാ ചിക്കൻ ബിരിയാണി വന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഗ്ലാസ് കണ്ടോ? നിങ്ങൾ ഗ്ലാസ് കണ്ട് ഞെട്ടണ്ട, അതിൽ ചുക്കുവെള്ളമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ഗ്ലാസ്സിനുള്ളത്തെ വെള്ളം കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കളർ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, ശരിക്കും ഒരു ബിയറിൻ്റെ ഒക്കെ ഒരു കളറ്. എന്തായാലും നീതു ചേച്ചിയുടെ ഫുഡ് എടുത്തു. പിന്നെ നമ്മൾ ചെമ്മീൻ
തവ ഫ്രൈ ഇല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി ആയിരുന്നു, അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 2-3 പീസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വലിയ പീസായിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് പപ്പടം ഇഷ്ടമല്ല ബിരിയാണിയോട് കഴിക്കാനായിട്ട്, അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. നല്ല ചൂടും ഒരു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ അച്ചാറും അതുപോലെ തന്നെ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു, ഫുഡ് കഴിക്കുക എന്നുള്ളത്. പിന്നെ 2 പേരും നല്ല ആസ്വദിച്ച് വർത്താനം പറഞ്ഞ് ഫുഡ് കഴിച്ച് മെല്ലെയാണ് കേട്ടോ അവിടെ നിന്ന് എണീറ്റത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി നേരെ പോണത് നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരുടെ സ്വന്തമായിട്ടുള്ള ശോഭ സിറ്റിയിലേക്കാണ്. പുതിയൊരു മാള് വന്നിട്ടുണ്ട് ഇപ്പോൾ, ഹൈലൈറ്റ് മാള്. പക്ഷേ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് കുറച്ചും കൂടി അത് പോകണം. ഇത് തൃശ്ശൂർ സെൻട്രൽ എന്നാന്ന് പറയാൻ പറ്റില്ല, തൃശ്ശൂർ ഓൺ റോഡ്, തൃശ്ശൂർക്ക് പോണ വഴിയാണ് ഇത് ശോഭ സിറ്റി. തൃശ്ശൂരിൽ നിന്ന് കുറച്ചും കൂടി പോയിട്ടാണ് ഹൈലൈറ്റ് മാള് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ശോഭ സിറ്റിയാണ്. സോ നമ്മൾ ശോഭ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നല്ല, നോർമൽ ഉണ്ടാവണ ആ ഒരു ക്രൗഡ് ഒന്നുമില്ല, ഒഴിഞ്ഞു കിടക്കണ പോലെയാണ് ഇപ്രാവശ്യം എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, കുറേയൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുകയായിരുന്നു. ഒന്നും അങ്ങോട്ട് മേടിക്കാനും തോന്നിയില്ല കേട്ടോ. എന്നാലും നമ്മൾ 2-3 സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നർ വെയർസും അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന സംഭവവും നെയിൽ പോളിഷും പിന്നെ കുറച്ച് കോട്ടനും അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഡ്രസ്സൊക്കെ നമ്മൾ നോക്കി, പക്ഷെ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഈ എത്തനിക് വെയർസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ വെയർസ് വളരെ കുറവായിരുന്നു, നമ്മൾ കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന സംഭവം വളരെ കുറവായിരുന്നു. എത്തനിക് വെയർസ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു പാൻറ് ഇഷ്ടമായി, പക്ഷേ എന്തോ ആരോ വെയർ ചെയ്തിട്ട് തിരിച്ചിടാത്തൊരു പാൻറ്റായിരുന്നു കേട്ടോ, അപ്പം ഞാനത് എടുത്തില്ല. പിന്നെ ഇതാ ഈ ഒരു ചെപ്പൽ ഞാൻ നോക്കി, എൻ്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം ഞാൻ ചെപ്പൽ കിട്ടുകയാണെങ്കിൽ മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരു ഹീൽ ഇടുന്ന ഒരാളല്ല, ഞാൻ ഫുൾ ടൈം ഫ്ലാറ്റ് ചെരുപ്പ് ഇടുന്ന ഒരാളാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഹൈറ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഹീൽ ഇട്ടിട്ട് പിന്നെ കൂടുതൽ ഹൈറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഫ്ലാറ്റാണ് പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ കല്യാണമൊക്കെ വരുമ്പോൾ ഒന്ന് ചെത്തി നടക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതുപോലെ ഗ്ലേസിങ്ങുള്ളൊക്കെ ചെരുപ്പ് കാണുമ്പോൾ ഒന്ന് ഇടാൻ തോന്നും, അങ്ങനെ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഒരു വലിയ സൈസാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനതിൻ്റെ ചെറിയ സൈസ് ഒന്ന് ഇട്ട് നോക്കി. പക്ഷേ എനിക്ക് തള്ളവിരലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു എല്ല് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും, ഇങ്ങനെ ഒരു ബൾജ് നിൽക്കുന്ന ഒരു എല്ല്, 2 കാലമേ ഉണ്ട് കേട്ടോ. സോ എനിക്ക് എല്ലാ ചെരുപ്പും സ്യൂട്ടാവില്ല, അപ്പോൾ എനിക്ക് ഈ ചെരുപ്പ് ഇട്ടിട്ട് സ്യൂട്ടായി തോന്നിയില്ല. പക്ഷേ സൈസൊക്കെ കറക്റ്റായിരുന്നു, കണ്ടോ, ഒരു എല്ല് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു വേണ്ട, എടുക്കണ്ട, വേറെ നല്ല ചെരുപ്പ് കിട്ടുകയാണെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എടുത്തില്ല. പിന്നെ ഹീലിട്ടിട്ട് എനിക്ക് ശീലമില്ലാത്ത കാരണം നടക്കുമ്പോൾ ചെറുതായിട്ട് വീഴാൻ പോണ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞാനതെടുത്തില്ല. അതിനുശേഷം ഞാനിങ്ങനെ വെറ്റ് വൈപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറ്റ് വൈപ്സ് എടുക്കും കേട്ടോ, 1-2 എടുത്ത് വെക്കും സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു പച്ച കളർ വെറ്റ് വൈപ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള വെറ്റ് വൈപ്പും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചെറിയ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, ഒരു പണി കിട്ടി. ബില്ലിങ് അടിക്കാൻ കുറേ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവരുടെ എന്തോ ഒരു പ്രശ്നമായിരുന്നു, ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പുറത്ത് ബില്ലടിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കൗണ്ടറിൽ, അപ്പോൾ അവിടെ കൊടുത്തുവിടുന്ന ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 1 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ നമ്മൾ ദേഷ്യം വന്നിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു കേട്ടോ. കാരണം അപ്പുറത്ത് അവർ ബില്ലടിക്കുന്നുണ്ട് വേറെ ആൾക്കാരുടെ. അപ്പം നമ്മുടെ ബില്ല് ഞാൻ ചോദിച്ചു, അപ്പുറത്ത് അടിച്ചുകൂടെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളത് മേടിച്ചില്ല. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പോന്നു കേട്ടോ. നമ്മൾ കുറേ നേരം നിന്നിട്ട് പോന്നു, ഒന്നും മേടിച്ചില്ല. അതിൻ്റെ ഒരു സന്തോഷമാണ് നീച്ചേച്ചിയുടെ മുഖത്ത് കേട്ടോ. അങ്ങനെ നമ്മളിത് എസ്കലേറ്ററിലൊക്കെ കയറി മേലേക്ക് വന്നു കേട്ടോ. മേലേക്ക് വന്ന് നമ്മൾ മെയിനായിട്ട് നീച്ചേച്ചിക്ക് ബബിൾ ടീ കുടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിന് മുന്നേ ഞാൻ മോമോസോ മിനീസോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് ഷോപ്പിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്പ്രേ ബോട്ടിലും അതുപോലെ തന്നെ ഒരു ഷീറ്റ് മാസ്കും. ഒന്നും മേടിക്കാണ്ട് എനിക്ക് ഷോപ്പിൽ നിന്ന് പോകാൻ തോന്നാറില്ല കേട്ടോ. അപ്പം ഞാൻ ചെറിയ 2 സാധനം മേടിച്ചു. പിന്നെ നമ്മളിതാ ബബിൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കേട്ടോ. നീച്ചേച്ചി ഇതൊക്കെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സോ ബോംബോ ടീ അങ്ങനെ എന്തുവാണ് അതിന്, ബബിൾ ടീ എന്നല്ല തോന്നുന്നുണ്ട് പറയുക, ബോംബോ എന്തായാലും ആവട്ടെ. ആ താഴത്ത് ഇങ്ങനെ ബോളൊക്കെ ഉള്ള ഒരു സംഭവം, അത് നീച്ചേച്ചി ഓർഡർ ചെയ്തത് ന്യൂട്ടലാൻഡ് ആയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമായില്ല കേട്ടോ.
പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ടൂട്ടി ഫ്രൂട്ടി, അതായത് വനീല ടൂട്ടി ഫ്രൂട്ടി ഐസ്ക്രീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ചേട്ടൻ കുറച്ചധികം പാടുപെട്ടു എനിക്ക് ആ ഒരു സംഭവത്തിൽ ഇട്ട് തരാനായിട്ട് കേട്ടോ, കോണിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം എടുത്തു കോണിലേക്ക് വെച്ചപ്പോൾ അത് അതിലേക്ക് വീണ്ടും വെച്ചപ്പോൾ കോൺ പൊട്ടി. മൂന്നാമത്തേനാണ് എനിക്ക് ശരിയായത് കേട്ടോ. അങ്ങനെ വാനില ടൂട്ടി ഫ്രൂട്ടി ഐസ്ക്രീമും പിന്നെ നീ ചേച്ചിയുടെ കഴിഞ്ഞു വിട്ടത് ആ ഒരു ബോട്ടിലൊന്നുമില്ല, എന്നാലും പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അതും കൂടി നമ്മളൊരു സ്ഥലത്തിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. ബാക്കിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വന്നിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എണീച്ച് പോയിട്ടോ. എന്താ സംഭവം എന്നറിയില്ല, നമ്മളധികം അലമ്പാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ വീഡിയോ എടുക്കുകയായിരുന്നു. ചേട്ടൻ എണീറ്റ് പോയി. നീ ചേച്ചിക്ക് ആ സാധനം കിട്ടുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വീറ്റ്സ് കഴിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നീ ചേച്ചിക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീ ചേച്ചി ഞാൻ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നീ ചേച്ചി അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ നീ ചേച്ചിയുടെ മുഖത്ത് ഐസ്ക്രീം ആക്കി. ഗായ്സ്, ഒരു സന്തോഷം, ഹായ്, ഒരു സന്തോഷം. നീ ചേച്ചി തിരിച്ചാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പാവല്ലേ വെച്ചിട്ട് എൻ്റെ മേത്താക്കിയില്ല. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ കരിക്കിൻ്റെ 2 ജ്യൂസ് ബോട്ടിൽ മേടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് മാഗി, എൻ്റെ ഫേവറേറ്റ് സാധനം മാഗി മേടിച്ചു, ഗീ മേടിച്ചു. പിന്നെ നമ്മുടെ പണ്ടത്തെ ബബിൾക്കം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാനൊരു പാക്കറ്റ് മേടിച്ചു. നൊസ്റ്റ് മേടിച്ചപ്പോൾ ഞാനൊരെണ്ണം മേടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് ബില്ലടിച്ച് നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂർ ബസ്സിലാണ് കയറിയത് കേട്ടോ. ഇത് ചേച്ചിക്ക് ഗുരുവായൂർ ബസ്സാണ് കയറേണ്ടത്. സോ എനിക്ക് ചാവക്കാടായാലും ഗുരുവായൂരും കുഴപ്പമില്ല. അപ്പം ഞാൻ ഗുരുവായൂർ ബസ്സിൽ കയറി. പെട്ടെന്ന് എത്തിയിട്ടോ. നമ്മൾ നല്ല സംസാരമായിരുന്നു. ആദ്യം കുറച്ച് നേരം നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല, പിന്നെ കുറച്ച് നേരം നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ നീതു ചേച്ചിയുടെ വയസ്സ് നിങ്ങൾ ഗസ് ചെയ്തോ. നീതു ചേച്ചിക്ക് എത്ര വയസ്സായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതു ചേച്ചിക്ക് 26 വയസ്സായി. പക്ഷെ കണ്ടാൽ പറയില്ല കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേരാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങിയത്. അതിന് മുന്നേ നമ്മൾ 2-3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട് കേട്ടോ. ഇതാ ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, ഔട്ടിങ് ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.